ഹലോ ഗായ്സ്, വേൾഡ് ആൻഡ് ഡ്രീംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു ട്രിപ്പ് ആരംഭിക്കുകയാണ്. സെൻട്രൽ അമേരിക്കയിലെ ഒരു കരീബിയൻ കൺട്രി ആയിട്ടുള്ള ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് ഇന്ന് പോവുക. അപ്പോൾ ഒരു 4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ഇന്ന് സൺഡേ 5 ദിവസം ഉണ്ടാവും, 4 nights 5 days സ്റ്റേ. അപ്പോൾ ഇന്ന് സൺഡേ പോയിട്ട് ഞങ്ങൾ തേഴ്സ്ഡേ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും തിരിച്ചെത്തും. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വൈഫും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാനഡയും കൂടി കൂട്ടുകയാണെങ്കിൽ 3ാമത്തെ ഒരു കൺട്രിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ 9 o'clock മോർണിംഗ് ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ സമയം കാനഡയിൽ ഒരു 4:15 ആവണം, 4:10. അപ്പോൾ ഒരു 5:30 സമയത്ത് നമുക്ക് പാർക്കിംഗ് എത്തിയിട്ട് ഒരു 6 മണിക്കുള്ള എയർപോർട്ട് എത്തണം. അതാണ് പ്ലാനിങ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് വിശേഷങ്ങളൊക്കെ വഴിയെ അറിയിക്കാം. ഫുൾ പുതിയ ഒരു കൺട്രിയാണ്. അധികം നമ്മുടെ ആൾക്കാർ അധികം പോയിട്ടില്ലെന്ന് തോന്നുന്നു. 4 ദിവസം നമ്മളവിടെ റിസോർട്ടിലാണ് താമസം. ഒരു 4 ദിവസം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ വഴിയെ അറിയിക്കാം. അപ്പോൾ അവിടെ കുറേ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല, കാരണം എൻ്റെ ഫ്രണ്ട്സ് ആരും പോയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കാണാം. ഓക്കെ, ഓൺ ദി വേ എല്ലാം കാര്യങ്ങളും പറയാം. നമ്മുടെ പാർട്ട്ണർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങായി. ഇനി നേരെ എയർപോർട്ടിലെ പാർക്കിംഗ് പോയി വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് അവിടുന്ന് എയർപോർട്ടിൽ പോകണം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ ഇവിടുന്ന് നേരെ ഞാൻ പറഞ്ഞില്ലേ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ഒരു 40 minutes നമ്മൾ എത്തും എന്തായാലും. അപ്പോൾ ഈ കാനഡയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഇൻഫോർമേഷന് വേണ്ടി ഞാൻ പറയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ യൂഷ്വലി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക പാർക്ക് ആൻഡ് ഫ്ലൈ എന്നുള്ള പാർക്കിംഗ് സ്പോട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുക. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള പാർക്ക് ആൻഡ് ഫ്ലൈ ആണ്. അപ്പോൾ ബാക്കിയൊക്കെ എനിക്ക് കുറച്ചും കൂടി പൈസ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പൈസ കൂടുതൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പാർക്ക് ആൻഡ് ഫ്ലൈ എനിക്ക് ഒരു 5 ദിവസത്തേക്ക് ചാർജ് ചെയ്യണത് $87 ഒക്കെയാണ്. ആർക്കെങ്കിലും ഇതിലും കുറവ് ഭയങ്കര ചീപ്പറായിട്ട് വല്ലതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. സമയം പിടിച്ച് ഒരിക്കലും പോകാറില്ല. പിന്നെ ഈ യാത്ര ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്, പെട്ടെന്ന് പ്ലാൻ ചെയ്യാണ്. എൻ്റെ ഒരുവിധം എല്ലാ യാത്രകളും ഞാൻ വിത്തിൻ ഒരു 2 ദിവസം മുന്നെയോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ഒക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത്. കുറേ മുന്നേ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒരു യാത്ര നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, എല്ലാം സഡനാണ്. അപ്പോൾ അതെന്നാണ് കുറേ പേർക്ക് അറിയാം. എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം പെട്ടെന്നാണ്. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു ട്രിപ്പാണ്. ഞാൻ ഒരു 2 ദിവസം മുന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തുള്ളൂ. പെട്ടെന്ന് പോയി വരാൻ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഓഫീസിൽ നിന്ന് ഒരു ലീവ് കിട്ടി. അപ്പോൾ 2 ദിവസം കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു 2 ദിവസം ലീവ് എടുത്തിട്ട് ഞാൻ ഒരു 4 ദിവസം എന്നുള്ള പ്ലാനിങ്ങിൽ പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി വിശേഷങ്ങൾ വഴിയെ അറിയിക്കാം. സൺഡേ കാരണം പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഇപ്പോൾ എയർപോർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു മോർ ദാൻ 1.5 മണിക്കൂർ പിടിക്കും ബ്ലോക്കൊക്കെ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ കാരണം സുഖമായിട്ട് വരാൻ പറ്റി. അപ്പോൾ ഞങ്ങളത് വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. നമ്മളപ്പോൾ പാർക്ക് ആൻഡ് ഫ്ലൈയിലേക്ക് എത്തി. ഇനി ഇവിടുത്തെ റിസർവേഷൻ്റെ സ്ലിപ്പ് കാണിക്കണം, എന്നാലും നമ്മൾ ഉള്ളിലേക്ക് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പേയ്മെൻ്റ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്താലും മതി. അത് കാണിക്കാൻ പോവാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇനി ഇവിടെ ആൾക്കാർ വേറെ ഭാഗത്തേക്ക് ഫുള്ളായിണ്ടോ സംശയമുണ്ട്. ആരും ഇപ്പോൾ കിടത്തി കൊണ്ട് കാണാനില്ല. എനിക്കറിയില്ല. ഇവിടുത്തെ വണ്ടീനെ ഇപ്പോൾ നോക്കുന്നുണ്ട്. റിസർവ് ചെയ്യാത്ത കാരണമാണോ എന്നൊരു ഐഡിയ ഇല്ല. ആ വണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് പോകും, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വല്ല സ്പോട്ടിലേക്ക് വിടുകയാണോ എന്നും കൂടി എനിക്ക് സംശയമുണ്ട്. ഗുഡ് മോർണിംഗ്. റിസർവേഷൻ? Okay, you have reservation to 626 Dixon Road, right? Yeah. All right. I can read it. Okay, yeah, 626. It's Yeah. okay, man. I'm trusted. Okay. Okay, so it's for
I'm gonna give you a free upgrade certificate to South Park B. Okay. You can put into your navigation system as South Park B or 265 Carlin Wheel Drive. 1 second. Okay. And First, then then that one. this one. This one, if you scan this one first, it's not gonna work. Okay. You need to scan your reservation, then the upgrade certificate. Okay. If the gate is not opening, call the customer service. Okay. Because ഹായ്, അപ്പോൾ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പോകേണ്ടിയിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വരുന്നത് ഏറ്റവും ഭയങ്കര നല്ലതാണ്. ഞങ്ങളിപ്പോൾ നേരത്തെ വന്ന കാരണം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പറയുകയാണ്, ഇവിടുത്തെ നമ്മൾ ബുക്ക് ചെയ്തത് എക്കോണമിയിലേക്കായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ളായി. നമ്മൾ ബുക്ക് ചെയ്ത പാർക്കിംഗ് ഫുള്ളാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇവർ ഫ്രീ അപ്ഗ്രേഡ് തന്നു. സെൽഫ് പാർക്ക് നമുക്ക് വേറെ സ്പോട്ടിലേക്ക് നമ്മൾ വിടുക. അപ്പോൾ അത് ഇവിടെ ഒരു 4 മിനിറ്റ് എവേ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ ഇറങ്ങിയത് നന്നായി എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ഇതൊക്കെ പടച്ചെടുക്കാൻ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഇത് സ്കാൻ ചെയ്യണം. നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കട്ടെ. ഇത് സ്കാൻ ചെയ്തിട്ട് പിന്നെ ഇത് സ്കാൻ ചെയ്യണം പുള്ളി പറഞ്ഞു. ഓപ്പണായി. പ്ലീസ് ഡ്രൈവ് ത്രൂ. തുറക്കൂ സീസേ. ഇനി നമുക്ക് നല്ലൊരു സ്പോട്ട് നോക്കണം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. നല്ലൊരു സ്പോട്ടല്ല, കിട്ടിയ സ്പോട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് പോകും. ഏറ്റവും അടുത്ത സ്ഥലത്ത് നോക്കട്ടെ. ഇവിടെ ഫുൾ വണ്ടികളല്ലോ. എല്ലാവരും ട്രിപ്പ് അടിക്കുക കേട്ടോ. എനിക്ക് മനസ്സിലായത് പാർക്കിങ്ങൊക്കെ ഫുള്ളോ പറയുമ്പോൾ സമ്മർ ടൈം ആയില്ലോ. എല്ലാവർക്കും യാത്ര, ഇവിടുത്തെ ആൾക്കാർ സമ്മറിലാണ് യൂഷ്വലി കൂടുതലും ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് സ്പോട്ട് കാണാം. കഞ്ചി കുറച്ച് ഗ്യാപ്പുണ്ട്. യെസ്, കിട്ടിപ്പോയി. നമുക്കിപ്പോൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് വെക്കാം. ഹായ്, അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തിനെത്തി. 5:30 തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരുടെ വണ്ടിയിലാണ് നമ്മൾ ആക്കി തരും. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. നമ്മളാൾ വെയിറ്റ് ചെയ്യണം. ഹായ്, 5:30 ആവണുള്ളൂ. അപ്പോഴേക്ക് ഇത്ര വെളിച്ചായി, മൊത്തം ഭയങ്കരമായിട്ട് വെളിച്ചായി. നമ്മുടെ നാട്ടിലൊരു 6:30 സമയത്തിൻ്റെ പോലെ 5:30 പറയുമ്പോൾ. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടുന്ന് ഷട്ടിൽ ബസ് കിട്ടാനായിട്ട് ഞങ്ങൾ പോവുക. ഷട്ടിൽ ബസ് ഒരെണ്ണം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റേഷൻ ഉണ്ട്. സ്റ്റേഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ വരും. അവർ നമ്മളെ പിക്ക് ചെയ്യും. നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മളെ എയർപോർട്ടിലാക്കും. നമ്മളെവിടെ വണ്ടി ഡ്രോപ്പ് ചെയ്തതെന്ന് നമ്മൾ ഓർമ്മയുണ്ടാവണം. ഇപ്പോൾ 221, 222 ഞങ്ങൾ വണ്ടി ഡ്രോപ്പ് ചെയ്തത് ലൈൻ. ആ ലൈൻ ഇപ്പോൾ ഓർമ്മ വേണം. നമ്മളിപ്പോൾ അവർ ഇവിടുന്ന് എടുക്കാൻ വരും. ഇത് കണ്ടു, ഇതാണ് സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ഈ പാർക്കിംഗ് ലോട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്താൽ ഇവിടെ വണ്ടി വരും നമ്മളെ കൊണ്ടുപോകാനായിട്ട്. ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 5 മിനിറ്റിൽ 5 മിനിറ്റോ 10 മിനിറ്റോ കൂടുമ്പോൾ ഇവരുടെ ഷട്ടിൽ ബസ്സുകൾ വരും. അപ്പോൾ അതിൽ കയറി നമ്മളെ എയർപോർട്ടിലാക്കി ഇതേ സ്പോട്ടിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവർ ഇറക്കി തരും. ഇവിടുന്ന് കയറുമ്പോൾ സ്ലിപ്പ് കിട്ടും. എങ്ങാണ്ട് നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമ്മളെ കയറ്റി അതേ സ്റ്റേഷനിൽ തന്നെ ഇറക്കാനായിട്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെ ഇറക്കും. നമുക്ക് നമ്മൾ വണ്ടി ഇട്ട സ്ഥലം ഓർമ്മ വേണം, എന്നാലും അതിന് വേണ്ടിയിട്ട്. അതാ നമ്മളെ പിക്ക് ചെയ്യാനുള്ള ബസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ എത്തുമ്പോൾ നമ്മളതിൽ കയറണം. പോവല്ലേ? കയറിക്കോട്ടെ. B-side to departure. B-side clear for now. Valid modules. അപ്പോൾ നമ്മളെ ഇവിടെ ഇവർ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെക്കിങ്ങിൻ്റെ പരിപാടികളാണ്. ചെക്കിങ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 9 നമ്മൾ ഫ്ലൈറ്റ് കയറും. പിന്നെ ഒരു 4.5 hours നേരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ എയർപോർട്ടിലേക്ക്. അപ്പോൾ വിശേഷങ്ങൾ വഴിയെ കാണാം. സ്റ്റേ ട്യൂൺഡ്.
2:34. അപ്പോൾ ബോർഡിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇനി എന്താ വിശക്കുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് എന്നുള്ള പ്ലാനിലാണ്. Welcome to Punta Cana. We're just at the gate here. We're waiting for our ground power unit to be connected to the aircraft. They're on the way with it right now, but we'll have to keep one of the engines running until they've arrived. ഗായ്സ്, നമ്മൾ അങ്ങനെ ഡൊമിനിക് റിപ്പബ്ലിക് എത്തിക്കഴിഞ്ഞു. പുണ്ട കാന ഇത് ഏതാണ്ട് ഒരു റിസോർട്ട് പോലെ ഉണ്ട് ടെർമിനൽ കാണാൻ. ഇതിപ്പോൾ എയർപോർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് പറയും. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബാഗേജ് ഇപ്പോൾ വരും. ഒരു വ്യത്യസ്തമായ ഒരു എയർപോർട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എയർപോർട്ട് കാണുന്നത്. മുകളിലൊക്കെ ഓലമെഞ്ഞിക്കാണ്. ചൂട് കുറയ്ക്കാനാണെന്ന് കേട്ടോ. ഒരു റിസോർട്ട് പോലത്തെ ഒരു എയർപോർട്ട്. നമ്മളങ്ങനെ പുണ്ട കാന എയർപോർട്ടിലെത്തി. ഡൊമിനിക് റിപ്പബ്ലിക്കിൻ്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രമായ പുണ്ട കാന എയർപോർട്ടിൽ. ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഇവരെ ഇവിടുന്ന് നമുക്ക് നമ്മളെ റൂമിലാക്കും. നമ്മൾ റിസോർട്ടും ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാർസിലോ ബവറോ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ട്. അവിടേക്ക് നമ്മൾ ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്ത ഒരു പാക്കേജിൽ ട്രാൻസ്ഫറൊക്കെ ഇൻക്ലൂഡഡാണ്. നമ്മൾ നേരെ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ഉള്ളൂ നമ്മൾ റിസോർട്ടിലേക്ക്. ഇപ്പോൾ ഇവിടെ യൂഷ്വലി എല്ലാവരും ഈ വെക്കേഷൻ റിസോർട്ടിൽ നിന്നിട്ടാണ് സ്പെൻഡ് ചെയ്യുക മൊത്തം. ഇതിൽ നമുക്ക് ഇനി എയർ ട്രാൻസിറ്റിൻ്റെ കൗണ്ടർ കണ്ടുപിടിക്കണം. ഇതേ ട്രാൻസിറ്റ് അവിടെ കൗണ്ടർ ഉണ്ട്. നമ്മളവിടെ പോയിട്ട് നമ്മൾ റിസർവേഷൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബസ്സിൽ നമ്മളെ അവരേക്ക് ഹോട്ടലിലേക്ക് ആക്കും. ബസ് നമ്പർ 57 പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ബവറോ റിസോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ബസ് കിട്ടാനായിട്ട് 5 മോൾ ഓടി പോവാണ്. അമ്പത്തേഴാം ബസ് നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 57 നമ്പർ ബസ്സിലേക്ക് പോണു. ചൂട് കാരണമുണ്ട്. ഫുള്ള് ഓലയുടെ കളിയാണ്.
what hotel you want? Bavaro Palace. Yeah. Hello, let me check. Barcelona Palace. Okay, my bro. Barcelona Palace. Punto ahí de este lado. My friend, bellboy, please don't forget the tip on it. Sure. നമ്മൾ ബസ് കയറി ഇനി നേരെ ഹോട്ടലിലേക്കാണ്. 20 മിനിറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക്. അപ്പോൾ ഇവിടെ അനങ്ങിയ ടിപ്പിൻ്റെ കേന്ദ്രമാണ് ഇവിടെ. അത്ര സമ്പന്നമായിട്ടുള്ള രാജ്യമല്ല, അപ്പോൾ കാരണം ആൾക്കാരൊക്കെ മൊത്തം ഈ പറഞ്ഞ പോലെയാണ്. ഞാൻ ഇന്നേവരെ കാണാത്ത പോലത്തെ ഒരു എയർപോർട്ടായിരുന്നു. ഫുള്ള് ഓലയൊക്കെ മേഞ്ഞ് ചൂട് കുറയ്ക്കാനാവുന്നുണ്ട് എനിക്ക്. ഈ കാണുന്നത് എയർപോർട്ടാട്ടോ. എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ എയർപോർട്ടിനെ കുറിച്ച്? നിങ്ങളുടെ എയർപോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നിങ്ങളുടെ എയർപോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം കൂടിയും പറഞ്ഞു തരണം, കമൻറ്റ് ചെയ്യൂ. ഞാൻ ഇങ്ങനത്തെ എയർപോർട്ട് ആദ്യമായിട്ട് കാണുന്നു. ഇതാണ് മെയിൻ ടെർമിനലാണ് ഡിപ്പാർച്ചർ. അവിടെ എവിടെയായിട്ടാണ് ഡിപ്പാർച്ചർ ഗേറ്റ്. നമ്മളിതിൻ്റെ ഏതോ വഴിക്കാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. ഓരോ നാട്ടിലും അതാത് രീതിയിലുള്ള പണികളാണ്. എല്ലാത്തിനും മുകളിൽ ഒരു ഓലപ്പര വെച്ചിട്ടുണ്ട്, ചൂട് കുറയ്ക്കാനാണ്. നമ്മൾ എയർപോർട്ടുണ്ട് വെച്ചാൽ എയർപോർട്ട് മാത്രം അങ്ങനെയല്ല, എല്ലാ ബിൽഡിങ്ങിലും എല്ലാ കടകളിലും മുകളിൽ ഓല കൊണ്ട് മേഞ്ഞിട്ട് ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിലെ കാട്ടിലും ചൂടാകുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കണം. ഒക്കെ ബാർസിലോ ഹോട്ടൽസിൻ്റെ ഒരു ഏരിയയാണ്. കേരളം വരില്ല തെങ്ങനെ അപ്പോൾ നമ്മളങ്ങനെ ബാർസിലോ പാലസിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ ചെക്ക് ഇൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ. ഇതൊരു വലിയൊരു പ്രോപ്പർട്ടിയാണ്. നമ്മളിനി ഒരു 5 ദിവസം ഇവിടെ താമസിക്കാൻ പാടില്ല. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇതേ റൂമിലേക്ക് പോകാൻ നിൽക്കണു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇൻക്ലൂസീവാണ്. ഇവിടെ 8 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒക്കെ പേയ്മെൻറ്റൊക്കെ കൂടിയിട്ടാണ് നമുക്ക് സ്റ്റേ. അപ്പോൾ ഈ 5 ദിവസം ഇവിടെ നമുക്ക് ഒന്നിനും പൈസ കൊടുക്കണ്ട. എല്ലാം നമുക്ക് സ്വന്തമായിട്ട്. ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും ആ കാണുന്നതാണ് ബവറോ ബീച്ച്.
ലോകത്തിലെ 25 ബ്യൂട്ടിഫുൾ ബീച്ചസിൽ ഒരെണ്ണം. നല്ല വിശപ്പുണ്ട്. നമ്മളത് റൂമിലേക്ക് പോകും. റൂമിൽ പോയിട്ടൊന്ന് ഇറങ്ങണം, ഫുഡ് അടിക്കാൻ ഇറങ്ങണം. അഞ്ചു വിശക്കുണ്ടോ? അഞ്ചിന് വിശന്നിട്ട് കണ്ണ് കാണാണ്ടിരിക്കണം. ആ കണ്ണുകൾ നോക്കൂ. ഹായ് ഗായ്സ്, നമ്മളത് റൂമിലേക്ക് പോയത്. വാട്ട്സ് യുവർ നെയിം? Amaury. Amaury. Hi Amaury. ¿Y tú? YouTube. World in Dreams by HKJ. Esquillo. H Es K que J. J. Yes. HKJ. Yes, HKJ. ഈ റിസോർട്ടിൽ എത്ര റൂം ഉണ്ടാവും എന്ന് ഊഹിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഊഹങ്ങൾക്ക് അപ്പുറത്താണ് ശരിക്കും റൂം. 1408 റൂമുണ്ട് ഇവിടെ. 1408 റൂം കേട്ടോ. 1408 റൂമും 11 റെസ്റ്റോറൻറ്റ്, 4 പൂള്, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഈ റെസ്റ്റോറൻ്റൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റും കയറി കഴിച്ച് വരുമ്പോഴേക്കും എന്തായാലും ഒരു 5 ദിവസം ഓരോ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്ത് വരുമ്പോഴേക്കും. ഇവിടെ മെഡിറ്ററേനിയൻ ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, അങ്ങനെ എല്ലാ തരം ഫുഡും ഉണ്ട്. ഇതൊക്കെ ട്രൈ ചെയ്യുന്ന വെച്ചിട്ടാണ് നമ്മളിവിടെ എത്തിക്കണേ. അപ്പോൾ പക്ഷെ അങ്ങനത്തെ ഈ ചില ഫ്രഞ്ച് ഇറ്റാലിയനിലൊക്കെ നമ്മൾ മുൻകൂട്ടി ഇവരോട് പറയണം എന്നാണ് പറയണത്. ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റും, പക്ഷെ മറ്റതൊക്കെ മുൻകൂട്ടി പറയണം. അപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂം എത്തണില്ല. ഇപ്പോൾ കുറച്ചായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൈകിട്ട് 10 മണിക്ക് ഷോ ഒക്കെ ഉണ്ട്. മ്യൂസിക്കും പരിപാടികളും ഡാൻസും പാട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിലാണ് ബീച്ചൊക്കെ. അപ്പോൾ അത് അത്യാവശ്യം കുറേ നടക്കാണ്ട് എന്നറിയാം. നമ്മൾ ഏതെങ്കിലും വല്ല മൂലയിലോ ഏതെങ്കിലും അറ്റത്തോ നമ്മുടെ റൂമിൽ നിന്നാണ് എനിക്ക് തോന്നണേ. നമ്മൾ നടന്ന് വേറെ ഹോട്ടലിൽ എത്തുമോ? എവിടെയാ എനിക്കാണ് ഈ ഹോട്ടലിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലാന്നുണ്ട്. ബ്രോ, ഓൾ റെസ്റ്റോറൻറ്റ് ഓവർ ദർ? നോ റെസ്റ്റോറൻറ്റ് ഹിയർ? ഓവർ ദർ. ഓക്കെ. അപ്പം മുഞ്ചി. അപ്പം അതുവരെ നടക്കണം തിരിച്ച്. എൻ്റെ അടുത്ത് എവിടെയെങ്കിലും തന്നാവുന്ന റൂം എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. What is it? Train 24. Oh. Reservation restaurant. ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ശരി, അപ്പം ലൈറ്റ് ഓഫ് ആക്കിയില്ലേ? ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ജൂനിയർ സ്യൂട്ട് റൂം. ഇത് ടോയ്ലറ്റ്, ദെൻ ഇത് ബാത്റൂം, അങ്ങനെ ഇത് നമ്മുടെ ബെഡ്റൂം, ഇത് ഒരു ബാൽക്കണി, ജക്കൂസിയൊക്കെ ഓപ്പൺ ജക്കൂസി കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എവിടെയെങ്കിലും മറിയണമെന്ന്, എവിടെയും മറിയില്ല, എല്ലാം ഓപ്പണാ. അതാണ് നമ്മുടെ ബീച്ച്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം.